നമസ്കാരം, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ചാൾസ് ബൊറോമിയോയെ കുറിച്ചാണ്. ഇറ്റലിയിലെ മിലാനിൽ ലെഗോമായോരയ്ക്ക് സമീപമുള്ള റോക്ക് ഡി അർണോയിലാണ് ചാൾസ് ബൊറോമിയോ 1538 ഒക്ടോബർ 2 ജനിച്ചത്. അച്ഛൻ ഗിബർട്ടോ ബൊറോമിയോ, അമ്മ മർഗരീത്ത. പോപ്പ് പൈസ് നാലാമന്റെ സഹോദരിയായിരുന്നു മർഗരീത്ത. 21ാമത്തെ വയസ്സിൽ സിവിൽ നിയമങ്ങളും കാനോൻ നിയമങ്ങളും പഠിച്ചു ചാൾസ് ഡോക്ടറേറ്റ് എടുത്തു. അമ്മാവനായ പോപ്പ് ചാൾസിനെ റോമിലേക്ക് വിളിച്ചു വരുത്തി. പേപ്പൽ സംസ്ഥാനങ്ങളുടെ അഡ്മിനിസ്റ്ററും പാപ്പായുടെ പ്രതിനിധിയുമായി നിയമിച്ചു. 22ാമത്തെ വയസ്സിൽ വെറും ഡീക്കൻ മാത്രമായിരുന്ന ചാൾസ് മിലാൻ അതിരൂപതയുടെ അഡ്മിനിസ്റ്ററായി നിയമിച്ചു. സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കും സഭാ പരിഷ്കരണത്തിനും വേണ്ടിയുള്ള വിശദീകരണങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്വം ചാൾസിനായിരുന്നു. ആ സമയത്ത് ചാൾസ് പൗരോഹിത്യം സ്വീകരിച്ച് അധികം വൈകാതെ മിലന്റെ ആർച്ച് ബിഷപ്പായി. പിന്നീടുള്ള 19 വർഷം തിരക്കേറിയ ഒരു യുഗാന്തമായിരുന്നു. 3000ഓളം വൈദികരെ കാലത്തിന്റെ വെല്ലുവിളികളെ പറ്റി ബോധവാന്മാരാക്കി വാർത്തെടുക്കുക, കൂദാശകൾ സ്വീകരിക്കാനുള്ള കുട്ടികളെ ഒരുക്കാനായി ആത്മായ അധ്യാപകർക്ക് പരിശീലനം നൽകാനുണ്ടായിരുന്നു. കുഗ്രാമങ്ങളിൽ പുതിയ ഇടവകകളും ആശ്രമങ്ങളും സ്ഥാപിക്കാൻ ചാൾസ് മുൻകൈ എടുത്തു. 2 വർഷം മിലാൻ പ്ലേഗിന്റെ പിടിയിൽ അമർന്നുപോയി. ആ സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തന നിരോധനായി. ആശുപത്രികളിലും വീടുകളിലും പോയി രോഗികളെ നോക്കി. 1584 നവംബർ 3 36ാമത്തെ വയസ്സിൽ ചാൾസ് ബൊറോമിയോ മിലാനിൽ മരണപ്പെട്ടു. 1610 നവംബർ 1 പോപ്പ് പോൾ 5 ചാൾസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വേദപാഠ അധ്യാപകരുടെ സ്വർഗീയ മധ്യസ്ഥനായി വിശുദ്ധ ചാൾസ് ബൊറോമിയോ.